T20 ലോകകപ്പിന്റെ സൂപ്പർ 8-ൽ സ്ഥാനമുറപ്പിച്ച ആത്മവിശ്വാസത്തിൽ ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ രാത്രി 8 മണിക്ക് നടക്കാനിരുന്ന മത്സരമാണ് വെറ്റ് ഔട്ട്ഫീൽഡ് കാരണം ടോസ് പോലും ഇടാനാവാതെ ഉപേക്ഷിച്ചത്. മത്സരത്തിന് നേരത്തെ തന്നെ മഴ ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നടക്കാനിരുന്ന അയർലൻഡ് അമേരിക്ക മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. ഹാട്രിക് വിജയത്തോടെ കുതിക്കുന്ന ഇന്ത്യക്ക് തങ്ങളുടെ ബെഞ്ച് നിരയെ പരീക്ഷിക്കാനുള്ള സുവർണാവസരം കൂടിയായിരുന്നു നഷ്ടമായത്. മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടീമിൽ ഒരവസരം പോലും ലഭിക്കാത്ത പുറത്തിരിക്കുന്ന താരങ്ങളുടെ ഏക പ്രതീക്ഷ ഈ മത്സരമായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ്. മത്സരത്തിൽ ടോസ് പോലും ഇടാനാവാതെയാണ് ഉപേക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൂപ്പർ 8 പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെയാകും ഇന്ത്യ നേരിടാൻ പോകുന്നത്. ജൂൺ 20-ന് ബാർബഡോസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരം. ആ പോരാട്ടം തീപാറിക്കുമെന്ന് തന്നെ ഉറപ്പാണ്. അഫ്ഗാൻ നിര വളരെ മികച്ച രീതിയിലാണ് ടൂർണമെൻറ്റിൽ ഉടനീളം കളിച്ചു വരുന്നത്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും അഫ്ഗാനിസ്ഥാനെ എഴുതിത്തള്ളാനാകില്ല. ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരെയാണ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8-ലേക്ക് എത്തുന്നത്. ഉഗാണ്ടയുമായി 125 റൺസിൻ്റെ വിജയവും ന്യൂസിലൻഡുമായി 84 റൺസിൻ്റെ വിജയവും PNG ആയി 7 വിക്കറ്റിൻ്റെ വിജയമാണ് അഫ്ഗാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ന്യൂസിലൻഡുമായുള്ള വിജയം എടുത്തു പറയേണ്ടതാണ്. 75 റൺസിന് ന്യൂസിലൻഡിനെ പുറത്താക്കാൻ അഫ്ഗാൻ ബോളർമാർക്ക് സാധിച്ചു. ഫസലുഡ് ഫറൂഖിയും നവീനുള്ളക്കും റഷീദ് ഖാനും ഗുർബാസുമെല്ലാം മികച്ച ഫോമിലാണ്. ആ ഫോം തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും. ഇന്ത്യൻ പ്രീമിയർ ലീഗിലൂടെ ഇന്ത്യൻ താരങ്ങളെ ഏറെക്കുറെ സുപരിചിതമാണ് അഫ്ഗാൻ താരങ്ങൾക്ക്. ഒരുപക്ഷെ അതുതന്നെയാകും ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിസ്സാരമായി ആ മത്സരത്തിനെ കാണാനും സാധിക്കില്ല. സൂപ്പർ 8 പോരാട്ടത്തിന് മുന്നോടിയായുള്ള കാനഡ പോരാട്ടം ശരിക്കും ഇന്ത്യയുടെ കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ചെയ്യുമെന്ന് പലരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ മത്സരം നടക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യക്ക് സൂപ്പർ 8-നായുള്ള തയ്യാറെടുപ്പിൽ തന്നെ തുടരാനും സാധിക്കും. അതിനിടയിലാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ വിവാദവും കത്തിക്കയറുന്നത്. ഗില്ല് അമേരിക്കയിൽ മറ്റു കാര്യങ്ങൾക്കുമായി സമയം ചെലവഴിക്കുന്നതായും ടീമിനൊപ്പം ഇല്ലാത്തതും ഏറെക്കുറെ വിവാദമായിരിക്കുകയാണ്.